കഥാൽ പ്രിയരെ, ഹാർവസ്റ്റ് ടിവിയുടെ നാമത്തിൽ സ്നേഹവന്ദനം. ഡോക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ ഹാർവസ്റ്റ് പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്ര രംഗത്ത് വിദഗ്ധരായിരിക്കുന്ന ചില ഡോക്ടർമാരുമായി സംസാരിക്കുവാൻ, അവരുടെ പ്രൊഫഷൻ സംബന്ധിച്ചും അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം സംബന്ധിച്ചും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു പരമ്പരയാണ് ഇത്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സ്മിത KV ആണ്. ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ക്യാൻസർ കെയർ യൂണിറ്റിൽ കൺസൾട്ടൻ്റായി താൻ പ്രവർത്തിച്ചു വരുന്നു. ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകർ പലർക്കും ഹോമിയോപ്പതി എന്ന ആ ഒരു മെഡിക്കൽ സയൻസിൻ്റെ വിഭാഗത്തെക്കുറിച്ച് ശരിയായ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. അപ്പോൾ ഹോമിയോപ്പതി എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? ലോകത്തിൽ 2ാം സ്ഥാനത്താണ് ഹോമിയോപ്പതിയുടെ സ്ഥാനം. ലോകത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്താണ് ഹോമിയോപ്പതിയുടെ സ്ഥാനം. അതിൽ ഞങ്ങൾ ലക്ഷണങ്ങളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അത് ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അസുഖത്തിൻ്റെതായ ലക്ഷണങ്ങളും ആ വ്യക്തിയുടെ ചില പ്രത്യേകതകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്താണ് ഞങ്ങൾ മെഡിസിൻ കൊടുക്കുന്നത്. ചെറിയ ചെറിയ ജലദോഷം മുതലുള്ള അസുഖം മുതൽ വലിയ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് ഫലപ്രദമായ മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്. ഡോക്ടർ, ഞങ്ങളുടേതായ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് പേരും കുഞ്ഞു മക്കളെ ഹോമിയോപ്പതി ഡോക്ടറുടെ അടുക്കലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം പഞ്ചസാരയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ വെള്ള ഗുളികയും ഒരു ചെറിയ കുപ്പിയും, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ശരിക്കും ഏത് രോഗത്തിന് നമ്മൾ മരുന്ന് ചോദിച്ചാലും ഈ ചെറിയ ചെറിയ വെള്ള ഗുളികകൾ കാണാം. അതെന്താണെന്നൊന്ന് പറയാം. അത് ആക്ച്വലി അതിൻ്റെ വെഹിക്കിളാണ് ഫസ്റ്റ്. അതായത് മെഡിസിൻ നമ്മൾ ആ ഗ്ലോബ്യൂൾസ് എന്നാണ്, ആ പഞ്ചസാര ഗുളികയുടെ പേര് ഗ്ലോബ്യൂൾസ് എന്നാണ്. അതിൽ ഞങ്ങളത് മരുന്ന് ഒഴിച്ചിട്ടാണ് അത് തരുന്നത്. അതല്ലാതെ ഷുഗർ ഓഫ് മിൽക്ക് എന്ന് പറയാൻ പൊടി, അതിലും ഞങ്ങൾ മെഡിസിൻ ഒഴിച്ചിട്ടാണ് തരുന്നത്. പിന്നെ ടാബ്ലറ്റ്സ്, മെഡിക്കേറ്റഡ് ടാബ്ലറ്റ്സ് തന്നെ അങ്ങനെ തന്നെ കിട്ടാനും ഉണ്ട്. പിന്നെ ടിങ്ചർ, അതായത് പ്ലാന്റ്സിൻ്റെയൊക്കെയുള്ള ഫസ്റ്റ് ടിങ്ചർ ലെവലുള്ള മരുന്നുകളും ലഭ്യമാണ്, അതും കൊടുക്കാറുണ്ട്. ഈ പഞ്ചസാര ഗുളികയും മാത്രമല്ല, അല്ലാതെ ഒത്തിരി മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നതെന്ന് കേൾക്കുവാനിടയായി. നമ്മൾ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മുഖലക്ഷണം പറയുന്ന പോലത്തെ ഒരു ഇതാണോ, അതോ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ട് വേറെ ഉണ്ടോ? ഉണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ജോണ്ടിസ് ഉള്ളൊരു പേഷ്യൻറ്റിന്, അല്ലെങ്കിൽ ഒരു ഫീവർ തന്നെ ആയിക്കോട്ടെ, ഫീവർ ഉള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. അത് ഇപ്പം അലോപ്പതിയിലാണെങ്കിൽ പാരസെറ്റമോൾ ആർക്കായാലും കൊടുക്കാൻ പറ്റും. നമ്മൾക്കാണെങ്കിൽ ഈ രോഗിക്ക് ദാഹമുണ്ടോ ദാഹമില്ലയോ, അവർക്ക് റെസ്റ്റ്ലെസ് ആണോ അല്ലയോ, അങ്ങനെ ഒത്തിരി ദേഹവേദനയുണ്ടോ ഇല്ലയോ, അങ്ങനെ മലശോധന എങ്ങനെയുണ്ട്, അത് ഓരോ വ്യക്തിയിലും വ്യത്യാസമായിരിക്കും. ചിലവർക്ക് ദാഹം ഒത്തിരി കാണും, ചിലവർക്ക് ദാഹം ഉണ്ടാവത്തില്ല, ചിലവർക്ക് പനിയുടെ കൂടെ തലവേദന കാണും, അങ്ങനെ ഒത്തിരി ലക്ഷണങ്ങൾ കാണും. അത് ഓരോന്നും ഓരോ രോഗിക്കും പ്രത്യേകിച്ചുള്ളതാണ്. പനിയാണെങ്കിൽ അത് അവരവരുടേതായ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മെഡിസിൻ കൊടുത്താൽ മാത്രമേ ഹോമിയോയിൽ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ. അതല്ലാതെ ഒരു മരുന്ന് എല്ലാവർക്കും കൊടുത്താൽ അത് എഫക്റ്റീവ് ആവത്തില്ല. അത് ഏത് രോഗത്തിനായിക്കോട്ടെ, ജോണ്ടിസോ ക്യാൻസർ ആയിക്കോട്ടെ, ഒരേ മെഡിസിൻ തന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അത് ആ രോഗിയുടേതായ സിംറ്റംസും അവരുടെ മെൻ്റലായിട്ടുള്ള സിംറ്റംസ്, മെൻ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് മാനസികമല്ല, ഓരോരോ സ്വഭാവങ്ങളുണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പേടിയുണ്ട്, പേടി തീരെ ഇല്ല, ഇല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര വൃത്തി കൂടുതലുള്ളതാണ്, വൃത്തിയേ ഇല്ലാത്ത ആളാണ്, അങ്ങനെ ഒത്തിരി ഓരോ ആൾക്കാരിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഹോമിയോ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഡോക്ടർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഭയം അല്ലെങ്കിൽ വൃത്തി കൂടുക എന്നൊക്കെ പറയുന്ന, ചിലർ ഇതൊക്കെ ഡിപ്രഷന്റെ ഒരു സൈനായിട്ട് വരെ പറയാറുണ്ട്, ഒരുപാടങ്ങ് വൃത്തി കൂടുക. അങ്ങനെയുള്ള മാനസികാവസ്ഥകൾ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെഡിസിൻ്റെ ഇഫക്റ്റിനെ ഭരിക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ദേഷ്യം കുറയാനും ഇല്ലെങ്കിൽ എല്ലാം ഒരു കൂടുതൽ നിന്ന് ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മെഡിസിൻ വളരെ ശരിക്കും സഹായിക്കാറുണ്ട്. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാൻസർ വാർഡിൽ ഭയം എന്ന് പറയുന്നത് അത് ഇല്ലാത്ത പേഷ്യൻസ് കാണത്തില്ല. പക്ഷെ അവരുടെ ആയാലും ആ ഒരു ഫിയറൊക്കെ കുറയ്ക്കാനും ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ ഹോമിയോ മെഡിസിന് പറ്റുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർമാർ സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ ഇടയായപ്പോൾ സാധാരണ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾക്കാർക്ക്
ഇപ്പം ഡോക്ടർ സ്മിത തോമസ് എന്നോ സ്മിത മാത്യു എന്നൊക്കെയാണ് പേരുകൾ ഞങ്ങൾ കേട്ടുവരാറ്. സ്മിത KV എന്ന ഈ പേര് ഡോക്ടർ മറ്റെന്തെങ്കിലും വിശ്വാസത്തിൽ നിന്ന്? അതെ, ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് വന്ന ആളാണ്. ക്രിസ്തുവിനെ അറിഞ്ഞത് എൻ്റെ വിവാഹശേഷമാണ്. ഹസ്ബൻഡ് ക്രിസ്ത്യാനിയാണ്. അപ്പം കുടുംബത്തിൽ അതൊരു വലിയ വിഷമമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ പാരൻസിനും കുടുംബത്തിനൊക്കെ അവൾ പോയല്ലോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ദൈവം ഒത്തിരി നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തെ അറിയുവാൻ എനിക്ക് അവസരം തന്നല്ലോ, അതിലാണ് എൻ്റെ ഏറ്റവും സന്തോഷം. എൻ്റെ എല്ലാ നന്മകളും എനിക്ക് അതിൻ്റെ താഴെ തന്നെയുള്ളൂ പാസ്റ്റർ. ഇതിപ്പോ അങ്ങനെ ഒരു എന്താ പറയുക, ഇഷ്ടപ്പെട്ട് കെട്ടി എന്നുള്ളതാണ്. അതെ, ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്. ഞാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റർ, എല്ലാവർക്കും സങ്കടമാണ്, അവൾ മാത്രം അങ്ങനെ ആയല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ദൈവം എന്നെ മാത്രം സ്നേഹിച്ചല്ലോ എന്നാണ്. ആ കുടുംബത്തിൽ ദൈവം എന്നെയാണല്ലോ ഇത്രയും സ്നേഹിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് കമ്മ്യൂണിറ്റി ആയിരുന്നു എന്ന് പറയാമോ? യാദവാസാണ്, മണിയാണി എന്ന് പറയും. എൻ്റെ നാട് കണ്ണൂരാണ്. അത് കണ്ണൂരിൽ മാത്രം കാണുന്ന ഒരു സമുദായമാണ്. യാദവ സമുദായം എന്നൊക്കെ പറഞ്ഞാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. അതെ അതെ ആണ്. അപ്പൊ അത്രയും അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ താങ്കൾക്ക് അരോചകമായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒന്ന് എന്ന് വെച്ചാൽ എനിക്ക് സാധാരണ ക്രിസ്ത്യൻ, ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള ക്രിസ്ത്യൻ പള്ളികളും അതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ മമ്മി ഒരു ശരിയായ ദൈവഭക്തിയായിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മ. ആ അമ്മ അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും, എനിക്ക് റിച്വലിയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ല. പക്ഷേ മമ്മി ആരും എന്നെ ഒന്നും നിർബന്ധിക്കുമായിരുന്നില്ല. മമ്മി നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തിയാണ് മമ്മി. മക്കൾക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല മക്കൾക്ക് വേണ്ടി. എനിക്കായാലും ഞാൻ വന്ന് മമ്മി എന്നെ പ്രാർത്ഥനയിൽ കൊണ്ടുപോകും. അപ്പോൾ PG അങ്കിളുടെയും ഒത്തിരി നല്ല നല്ല പാസ്റ്റർമാരുടെയും കേൾക്കാൻ, ഞാൻ അപ്പോൾ കേൾക്കാൻ വേണ്ടി മാത്രം, ഡോക്ടർ PG വർഗീസ് ഒക്കെ ഞാൻ കേൾക്കാൻ വെറുതെ പോകുന്നതാ, അല്ലാതെ ഒന്നും വിശ്വാസം അങ്ങനെയൊന്നും ആയിട്ടല്ല. പക്ഷെ അതൊക്കെ സത്യമാണെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ബോധ്യമായി. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിന് ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ, ഇങ്ങനെയൊക്കെയാണല്ലേ പ്രാർത്ഥിക്കണ്ടേ. പിന്നെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് എനിക്ക് പതിയെ എനിക്ക് മനസ്സിലായി. മീൻസ് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശരിക്കും വളരെ ന്യൂക്ലിയർ ഫാമിലീസ് ഒക്കെ ആണല്ലോ. എല്ലാവർക്കും ഞാനും എൻ്റെ ഭർത്താവും അങ്ങേ അറ്റം ഒരു കുഞ്ഞും കൂടെ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനൊരു ഒരുമിച്ചുള്ള ഒരു ബ്രദേഴ്സും അവരുടെ കുടുംബങ്ങളും എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുന്ന ഒരു ഇതിലാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? ഇല്ല, എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതുമല്ല, എനിക്ക് സെക്യൂരിറ്റിയാണ് തോന്നിയിട്ടുള്ളത്. ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു താങ്ങ്, ചെറിയ പ്രോബ്ലം ആയിക്കോട്ടെ വലിയ പ്രോബ്ലം ആയിക്കോട്ടെ, പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കട്ടെ, പക്ഷെ ആ പ്രാർത്ഥനയുടെ ഒരു ശക്തി, ആ ഒരു താങ്ങ്, അത് വളരെ എന്നെ കംഫർട്ട് ചെയ്യുന്നൊരു. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ പറയും, അത് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് കംഫർട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് മേ ബി അത് എൻ്റെ ദൈവത്തിൻ്റെ സമാധാനവും കൃപയും ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പരസ്പര സ്നേഹം ഞങ്ങളിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കുടുംബത്തിനകത്തെ ഡോക്ടറുടെ ഭർത്താവ് ഉൾപ്പെടുന്ന ഈ സഹോദരന്മാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറയാമോ? അവർ 3 ബ്രദേഴ്സാണുള്ളത്. അവർ 3 പേരും സർവീസ് സെൻറ്റർ നടത്തുവാണ്. ഒരുമിച്ച് അച്ഛനായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണ് വർക്ക്ഷോപ്പിൻ്റെ. അപ്പം അത് അവർ നടത്തിക്കൊണ്ട് പോകണം, ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകണം. പ്രത്യേക ബ്രാൻഡ് വെഹിക്കിളിൻ്റെ അങ്ങനെയില്ല, എല്ലാ 4 വീലേഴ്സ് എല്ലാം അവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉള്ള, പെയിൻറ്റിങ് ബൂത്തും ഒക്കെ ഉള്ള ഒരു സ്ഥാപനം തന്നെ, വലിയ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പ്രോഫിറ്റ് ഷെയറിങ്ങോ അങ്ങനെയൊക്കെ വരുമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇളയ സഹോദരന്മാർ ചെയ്യാം. അപ്പോൾ അതിലൊക്കെ സാധാരണ എല്ലാവരും പറയാറുണ്ട്, 1-2 സഹോദരന്മാർ സ്നേഹത്തിൽ പോകുന്നു, അവരുടെ ഭാര്യമാർ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? അങ്ങനെയുള്ള പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്ന്, ഞങ്ങൾ 3 പേരും അവരുടെ ഇടയിൽ കയറാറില്ല. അവർ 3 പേരും അവരുടെ ജോലി ഒരുമിച്ച് ചെയ്യുന്നു.
അവരുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുള്ളത്. ഒരു വിഭജനം അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നത അവരിൽ വരരുത് എന്നാണ് അമ്മയുടെയും മമ്മിയുടെയും ഞങ്ങളുടെ 3 പേരുടെയും പ്രാർത്ഥന. ദൈവം ശരിക്കും കേൾക്കും. അതെ, സഹായിക്കുന്നു. ഇന്നത്തെ ലോകത്ത് കാണാൻ പറ്റാത്ത കാര്യമാണ്, ദൈവം കൃപ ചെയ്ത് സഹായിക്കുന്നു. അപ്പം കുടുംബം ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അല്ലേ? നിങ്ങളുടെ മക്കളൊക്കെ ആയോ? 2 മക്കളുണ്ട്, ജോഷുവ, അലീന. 2 പേരും 5ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുമാണ്. അവരും എന്നിൽ ആശ്രയിക്കുന്നതിലുപരി അവരുടെ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, പരീക്ഷ ആയിക്കോട്ടെ, പെൻസിൽ വേണമെന്നായിക്കോട്ടെ, എന്തായാലും ദൈവമേ തരണേ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലുപരി ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും പറയുന്നതും ആഗ്രഹിക്കുന്നതും. ഈ ഒരു സമുദായത്തിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണല്ലോ ഡോക്ടർ. മക്കൾ ജനിച്ചു, മക്കൾ മുമ്പോട്ട് വരുവാനൊക്കെ ഇടയായി. അവർക്ക് പേരിട്ട കാലത്ത് അവര് ജോഷുവ എന്നതിന് പകരം ഇപ്പൊ ശങ്കരൻകുട്ടി ഇടാനോ അങ്ങനെയുള്ള പ്രേരണകളൊന്നും തോന്നിയില്ല? അതോ നേരത്തെ ആ വിശ്വാസം പൂർണ്ണതയിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചോ? ഒന്ന്, ഞാൻ ഗർഭിണി ആയപ്പോൾ തന്നെ കുഞ്ഞാണോ പെണ്ണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ തന്നെ എൻ്റെ മൂത്ത ബ്രദർ, ഹസ്ബൻഡിൻ്റെ മൂത്ത ചേട്ടൻ തന്നെ ആ കുഞ്ഞിന് പേരിട്ടായിരുന്നു ജോഷുവ. അത് എനിക്ക് അറിയാതെ അത് ജോഷുവ ആയിരിക്കും എനിക്ക് എന്ന് പറഞ്ഞിരുന്നു. എനിക്കും ജോഷുവ എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് അന്ന് കേൾക്കണേ. അത്രയ്ക്കും അറിവില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഇങ്ങനെ ഒരു പേര് ഞാൻ അന്നാണ് ചേട്ടൻ പറയുന്ന അന്നാണ് ആ പേര് ഞാൻ കേൾക്കുന്നത്. പക്ഷെ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അതുമല്ല, ജനിച്ചപ്പോൾ ഒരു ആൺകുട്ടിയാണെന്നുള്ളത് ഒരു അതിശയം. അതെ, ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നെ തന്നു, അവൻ ആ പേര് തന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ ഹാപ്പിയാണ്. ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമാണ്. അതെ അതെ അതെ, ചേട്ടനാണ് അതിന് പേരിട്ടത്, മോൻ. ആ പേര്. പിന്നെ ഒരു മകളുമുണ്ട്. പിന്നെ മകളുണ്ട്. മകള് വന്നപ്പോഴെങ്കിലും മകള് വന്നപ്പോൾ അങ്ങനെ പേരിട്ടില്ല. മോളാകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു മോളും ഒരു മോനും ആകട്ടെ എന്നുണ്ടായിരുന്നു. ദൈവം അങ്ങനെ തന്നെ തന്നു. മോൾക്ക് പേരിട്ടത് ഹസ്ബൻഡ് തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ ഇങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ ഉറച്ചു വരികയും അതിൽ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അമ്മ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതും പ്രാർത്ഥനയുടെ ഒരു മാതൃക കാണിച്ചതും ഈ പ്രാർത്ഥനയുടെ ഇഫക്റ്റ് കാണാനിടയായതും ഒക്കെ സത്യമാണ് ശരിക്കും. പക്ഷേ ഡോക്ടർ ഇവിടോട്ട് വന്നു. ഇപ്പം ഭർത്താവിനെ കല്യാണം കഴിച്ചു, അവരുടെ വീട്ടുകാരെല്ലാം ക്രിസ്ത്യാനികളാണ്, ഞാനും അതിലേക്ക് ഇഴുകി ചേർന്നു എന്നല്ലാതെ പേഴ്സണലി ഇപ്പോൾ ക്രിസ്തുവിലായതുകൊണ്ട് ഡോക്ടർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതും. എനിക്ക് നേരത്തെ ഞാൻ ഒത്തിരി ടെൻഷനുള്ള ആളാണ്, ഇപ്പോഴും ഇല്ലെന്നല്ല. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ എനിക്ക് ബൈബിൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്തൊക്കെ ബുക്കുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ സങ്കീർത്തനം എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വന്ന സമയത്ത് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു, വീട്ടുകാരുടെ ഒരു സങ്കടം എനിക്കും ഉണ്ടായിരുന്നു. പേരൻസ് വിഷമിച്ചു വന്നുവല്ലോ എന്നെ, കാരണം അവർ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അത്രയും സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് വന്നതും. അങ്ങനെ ഉള്ള സമയത്തും ഞാൻ ഒന്നും അറിയാതെ ഞാൻ പ്രാർത്ഥിക്കുമല്ലോ, വെറുതെ ബൈബിൾ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴും ദൈവം എനിക്ക് എപ്പോഴും ഒറ്റ വചനം തന്നെ വരുള്ളായിരുന്നു. അത് യെശയ്യാ 41:8 മുതലുള്ള വാക്യങ്ങളാണ്. അത് ഞാൻ യഹോവയാകുന്നു, ഞാൻ നിന്നെ താങ്ങും, നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നോക്കണ്ട. അത് എന്നോട് ഇങ്ങനെ പറയണത് പോലെ എനിക്കങ്ങ് തോന്നുമായിരുന്നു. പക്ഷെ അങ്ങനെ ഓരോ സിറ്റുവേഷനും, അത് കഴിഞ്ഞ് ഗർഭിണിയായി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് MDക്ക് എനിക്ക് പ്രവേശനം കിട്ടുന്നത്. അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ, അത് രണ്ടാമത്തെ ആളും അതിൻ്റെ ഇടയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പഠനം പൂർത്തിയാക്കാനൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു സഹായം, ഒരു സാന്നിധ്യം, ആ സമാധാനമാണ് എന്നെ അത് വിശ്വാസത്തിൽ ഉറപ്പിച്ചതും ആ MDയിൽ നിന്നുള്ള ആ കടമ്പ നന്നായി തീർക്കുവാനും എന്നെ സഹായിച്ചതും. എൻ്റെ ആശ്രയം എൻ്റെ ദൈവമായിരുന്നു. ഒരു സംശയം കൂടിയാണ് ഡോക്ടർ, ഇപ്പം ഡോക്ടറിന്റെ പേരൻസിനെ വിഷമിപ്പിച്ചിട്ട് ഡോക്ടർ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ക്രിസ്തുവിൽ ആയതിനു ശേഷം ആ പേരൻസിന്റെ വിഷമം ഇപ്പൊ തീർന്നോ, അതോ നമുക്ക് സ്നേഹത്തിൽ പോകാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്. അത് ആദ്യത്തെ കുഞ്ഞ് വന്നതോടുകൂടെ ആ വിഷമങ്ങളും അതൊക്കെ അങ്ങ് മാറി.
എങ്കിലും ചില ബന്ധുക്കളൊക്കെ കുറ്റപ്പെടുത്താറൊക്കെ ഉണ്ട്, അവളങ്ങ് പോയല്ലോ എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്താറുണ്ട്. എങ്കിലും അവർ ഹാപ്പിയാണ്. ഈ ഇടയിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ 1 മാസം അച്ഛനും അമ്മയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അത് അന്ന് മാത്രമായിരുന്നു. ദൈവം അതെനിക്ക് മാറ്റിത്തന്നു പാസ്റ്റർ. മനസ്സിലായില്ലേ? ആ വിഷമം, അവരുടെ ആ സങ്കടം ദൈവം എനിക്ക് മാറ്റിത്തന്നു. നമ്മളെ കേൾക്കുന്ന പല പ്രായക്കാർ കാണും. ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർ ചിലപ്പോൾ ഇതുപോലെ ഒരാളെ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തിട്ട് വാട്ട് വുഡ് യു അഡ്വൈസ്? ശരിക്കും സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിക്കണോ അതോ? അത് അവരവരുടെ ഡിസിഷൻ ആയിരിക്കും തന്നെ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ അങ്ങനെ അച്ഛനും അമ്മയും സങ്കടപ്പെടുത്തുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല കുഞ്ഞു മുതലേ. പക്ഷേ ഞാൻ സ്നേഹിച്ചപ്പോഴും ഞാൻ ദൈവമേ ദൈവമെന്നേ വിളിക്കാറുള്ളൂ. ദൈവമേ നിൻ്റെ ഹിതം ഉണ്ടാകണേ, നീ പൂർണ്ണമായി യെസ് പറയണേ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. അത് അങ്ങനെ ദൈവം ഓക്കെ നീ ഇത് ചെയ്തോന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ പുള്ളിയിൽ ഒത്തിരി നല്ല സ്വഭാവങ്ങളുണ്ട്, അതൊക്കെ കണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെങ്കിലും കല്യാണം കഴിക്കണമെന്നുള്ളതിന് ഞാൻ 2-3 ദിവസം പ്രാർത്ഥിച്ചിരുന്നു. ഡോക്ടർ വിശ്വസിക്കുന്ന ദൈവം പറഞ്ഞു എന്ന് ഉറപ്പാ. ആ ഉറപ്പിന്റെ പുറത്തായിരുന്നു ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷെ അത് ഒരിക്കലും തെറ്റാണെന്ന് എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു എനിക്ക് അങ്ങനെ സ്നേഹം തോന്നിയതും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. രക്ഷയിലേക്ക് നയിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജന്മത്തിൽ ഞാൻ വരുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഡോക്ടർ അടുത്തൊരു തലമുറയോട് ഒരു ഉപദേശം പറയാനാണെങ്കിൽ എടുത്തു ചാടരുത്, ഉറപ്പ് പ്രാപിച്ച് ദൈവം എസ് എന്ന് പറഞ്ഞെങ്കിൽ എസ്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സ്നേഹമാണെങ്കിലും അത് വേണ്ടാന്ന് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എൻ്റെ ഇതിൽ ഞാൻ അങ്ങ് എടുത്തു ചാടുകയല്ല. നമ്മൾ സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കാൻ ദൈവം നമ്മളോട് കൃപ കാണിച്ചു. അതെ, അതിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. ദൈവമേ നിനക്ക് ഹിതമല്ല, നിനക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വ്യക്തമാക്കി തരണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. ഡോക്ടർ, അപ്പം ഈ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തേണ്ടതിനുമൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നാളെ ക്രിസ്ത്യാനികളാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? ഒരു ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെ ഇടയാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 4 ചുവരിനകത്ത് കർത്താവിനോട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന ആ കൂട്ടർ രക്ഷിക്കപ്പെടണം. ക്രിസ്തേശുവിനെ ഉള്ളിൽ രക്ഷിതാവായി സ്വീകരിക്കണം, പാപം വിട്ടൊഴിയണം, ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ അവർ പറഞ്ഞു തരുമ്പോൾ ഇതിൽ ഡോക്ടർ ഏതൊക്കെ സ്റ്റെപ്പ് പോയിട്ടുണ്ടെന്നൊന്ന് പറയാം. ഞാൻ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് 2008 ഞാൻ സ്നാനപ്പെട്ടു. 2005 വിവാഹം ഉണ്ടായിരുന്നത്. 2006 തന്നെ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡും കൂടെ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ 2008 ഞങ്ങൾ ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. അതെ, അതും ഒരു വലിയ ഭാഗ്യമാണ്. അന്ന് സമയത്ത് എൻ്റെ മോള് എൻ്റെ വയറ്റിൽ ഗർഭിണിയായിരുന്നു. ആ സമയത്താണ് സ്നാനപ്പെട്ടത്. ദൈവം കൃപ ചെയ്തു ഒരുമിച്ച് സ്നാനപ്പെടാൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പോലത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് മാസ്റ്ററെ, ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ആസ് എ പേഴ്സൺ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തൊടുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ നിറവ് ഉണ്ടായിട്ടുണ്ട്. അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ബന്ധം ഉള്ള ആൾക്കാർ അവർ ഈ ബന്ധത്തിൽ വർദ്ധിച്ചു വരേണ്ടതിന് ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ എന്നും വായിക്കണം, കുറേ ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ഇതുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഡോക്ടർ അപ്പോൾ ഇതുപോലെ ഉപവസിക്കാറും പ്രാർത്ഥിക്കാറും ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഞാൻ ഉപവസിക്കാറും പ്രാർത്ഥിക്കാറുമുണ്ട്. 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഉപവാസം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ വെടിഞ്ഞ് ഇങ്ങനെ ദൈവസന്നിധിയിലെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഗുണം ഒന്നെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ആരോഗ്യം എനിക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടിയാണോ? വിഷയങ്ങളുടെ വിടുതലിനും ആണ് മെയിനായിട്ടുണ്ടായിട്ടുള്ളത്. അതല്ലാതെയും ഒരു നേരമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ഇടയ്ക്ക് അങ്ങനെ ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ വിഷയങ്ങളുടെ മേൽ ഉപവസിച്ചതിനെ തുടർന്ന് വിടുതലുണ്ടായിട്ടുണ്ടോ? വിടുതലുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയാമോ? വിടുതൽ ഞാൻ MD കഴിഞ്ഞു. എനിക്ക് മെഡിക്കൽ ഓഫീസർ ആകാൻ താല്പര്യമില്ലായിരുന്നു.
കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ മെഡിക്കൽ ഓഫീസർ ടെസ്റ്റ് എഴുതി ജോലി കയറി. കേരളം മൊത്തം ട്രാൻസ്ഫർ വരുന്ന ജോബാണല്ലോ, അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പരീക്ഷ എഴുതിയില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എഴുതിയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ജോലി കയറി. MD കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, എനിക്ക് ജോലി ഇല്ലായിരുന്നു. അപ്പം കൂടെ ഇരിക്കുന്നവരൊക്കെ പൊസിഷനിൽ എനിക്ക് MD കഴിഞ്ഞ് ജോലിയില്ല എന്നുള്ളൊരു വലിയ വിഷമത്തിലായിരുന്നു ഞാൻ. ആ സമയത്താണ് പാസ്റ്ററിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നത് ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുത്തിരുന്നു. 21 ദിവസമൊന്നും ഞാൻ ഉപവാസമൊന്നും എടുത്തിട്ടൊന്നുമില്ല. എങ്കിലും ആത്മാർത്ഥമായി ഞാനും സഭയിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെയായിരുന്നു ഈ ക്യാൻസർ കെയർ യൂണിറ്റിനേക്കുള്ള ഇൻ്റർവ്യൂ വന്നത്. ആ പ്രെയറിൻ്റെ ഇടയിലായിരുന്നു ആ ഇൻ്റർവ്യൂ വന്നത്. ആ പ്രെയറിൻ്റെ ഇടയിൽ തന്നെയാണ് ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തതും. ആ പ്രെയർ തീരുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് അതിൻ്റെ റിസൾട്ട് വന്ന് ദൈവം എന്നെ സെലക്ട് ചെയ്തു. ക്യാൻസർ കെയർ യൂണിറ്റിൽ ഡോക്ടറായിട്ട് എന്നെ വിളിച്ചതും അതിൻ്റെ ഇടയിലായിരുന്നു. ആ ജോലിയിൽ ഞാൻ ഇന്നും തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ യൗവനക്കാരൊക്കെയും ഈ ഇതുണ്ടല്ലോ എൻട്രൻസ് എഴുതുന്നവരാണ്. ചിലർ ആദ്യത്തെ തവണ കിട്ടാതെ വളരെ നിരാശപ്പെട്ടു പോകാറുണ്ട്. ചിലർ പിന്നെയും 1 വർഷം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അവർ ചിലർ സങ്കടത്തോടെ പറയണം എനിക്ക് കിട്ടിയത് ഹോമിയോപ്പതി ആയിപ്പോയി എന്ന്. അപ്പം വുഡ് യു കൺസിഡർ ദിസ് ആസ് എ ഗുഡ് പ്രൊഫഷൻ ടു പെർസ്യൂ? ഏറ്റവും നല്ല പ്രൊഫഷനെ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് വെച്ചാൽ ഈ ജോലി സാധ്യത ഇപ്പം ഗവൺമെൻറ് ജോബിൻ്റെ ആ ഒരു സീറ്റുകളുടെ എണ്ണമൊക്കെ കുറച്ച് കുറവാണ്. ഇപ്പം പെട്ടെന്ന് ഇപ്പം എൻജിനീയർ ഇങ്ങനെ വേറെ ഏതെങ്കിലും കോഴ്സിനെ പോലെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ളൊരു സാധ്യതയൊന്നുമില്ല. പക്ഷേ എങ്കിലും എന്താ പറയണ്ടേ, നല്ലതാണ്. അതുമല്ല, ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ്, ഒരു മനുഷ്യനെ അയാളുടെ സിംറ്റംസ് മാത്രം മാറ്റാനല്ല, അയാൾ മാനസികമായിട്ട് പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വരുന്നതാണ് ഹോമിയോപ്പതിയിലുള്ളത്. അപ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. അപ്പം അങ്ങനത്തെ ഒരു മനസ്സുള്ളവർക്കും പിന്നെ ഹോമിയോപ്പതിയോട് ഇഷ്ടം മീൻസ് ഉള്ളിൽ തോന്നി, അതായത് പൈസ മാത്രമല്ല അല്ലെങ്കിൽ അത് മാത്രമല്ല തോന്നുന്ന എല്ലാവർക്കും പറ്റിയ ഒരു നല്ല പ്രൊഫഷൻ തന്നെയാണ്. ഡോക്ടർ, ഈ വിശ്വാസത്തിൽ ആയിരിക്കുന്ന ഒത്തിരി പേര് അത്ഭുത രോഗസൗഖ്യത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്, ഒരുപാട് ഡോക്ടർമാരും ഇത് സമ്മതിക്കത്തില്ല, ഇത് ശാസ്ത്രീയമല്ല എന്ന കാരണത്താൽ. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ അത്ഭുത രോഗസൗഖ്യം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുക ഇത് സാധ്യമാണോ? സാധ്യമാണ്. ഒന്ന് എന്ന് വെച്ചാൽ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇതൊരു ശാസ്ത്രം, മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ശാസ്ത്രം എന്നല്ലാതെ ദൈവത്തിന് പറ്റുന്ന അത്രയും വേറെ ആർക്കും പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ശാസ്ത്രത്തിനും പറ്റില്ല. അതൊക്കെ ദൈവത്തിൻ്റെ താഴെ പറ്റത്തുള്ളൂ. ദൈവം ഹെൽപ്പ് ചെയ്താൽ പിന്നെ ഇനി വേറെ ആരുടെ ഹെൽപ്പും വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം അലോപ്പതി ആയാലും ആയുർവേദമായാലും അല്ല ഡോക്ടറെ പോലെ ഹോമിയോപ്പതിയിലായാലും ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യാശ കളയേണ്ട കാര്യമില്ലല്ലേ? ഒരു കാര്യമില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ. ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദത്തിന്റെ ഒന്നും ആവശ്യമില്ല. പ്രവർത്തിക്കാൻ കഴിയും എന്ന് വെച്ചാൽ മരുന്നെടുക്കണ്ട എന്നല്ല, പക്ഷെ ദൈവം തൊട്ടാ പിന്നെ വേറെ ആരും തൊടണ്ട. ദൈവം തൊടാറുമുണ്ട്. ദൈവത്തിന് കൃപ തോന്നി തൊടുന്ന അവസരങ്ങൾ വളരെ കൂടുതലാണ്. എങ്കിലും പറ്റില്ല എന്ന് ഡോക്ടർമാർ അവരുടെ കഴിവ് പറയുമ്പോൾ ദൈവത്തിന് പറ്റാവുന്നതേ ഉള്ളൂ ഈ ലോകത്തെല്ലാം. ഒരുപാട് നന്ദി ഡോക്ടർ. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഡോക്ടറെ പ്രാർത്ഥിച്ച് പരിചയമുള്ള ഒരു വിശ്വാസിയാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആവശ്യങ്ങൾ ദൈവം നടത്തി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ആവശ്യത്തിലിരിക്കുകയായിരിക്കും. ക്യാമറയിലേക്കൊന്ന് നോക്കി ആ പ്രേക്ഷകർക്ക് വേണ്ടി അവർ ഈ ദൈവകൃപയിലേക്ക് വരുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് ദൈവമൊന്ന് ചെയ്യാനും ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗസ്ഥനായ പിതാവെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയപ്പ. ദൈവമേ, നീ എനിക്ക് തന്ന ദൈവമേ ഈ ആൾക്കൂട്ടത്തിന് ദൈവമേ ആരൊക്കെ ഈ കാണുന്നു അവരോട് സംസാരിക്കുവാൻ ദൈവമേ നീ എനിക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ നിന്നോട് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയപ്പ. ദൈവമേ, എല്ലാവരെയും നീ ഇതിനെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നീ എന്നെ തൊട്ടതുപോലെ ദൈവം ആവശ്യത്തിലിരിക്കുന്ന ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടാവും. ദൈവമേ, നീ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ചെന്ന് ദൈവമേ അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഈ ലോകത്തിൽ ദൈവമേ ലോകത്തിൽ ഏറ്റവും വലിയ നാമം എൻ്റെ ദൈവത്തിൻ്റെ നാമമാണെന്ന്
ദൈവമേ നീ അവർക്ക് ബോധ്യമാക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ആരെങ്കിലും വിഷമത്തിലോ ഇല്ലെങ്കിൽ അസുഖത്തിലോ ഉണ്ടെങ്കിൽ ദൈവമേ നീ അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയപ്പ. ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. നന്ദി അപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ. കർത്താവിൽ പ്രിയരേ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുവാൻ തക്കണം ഇടയാകുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് തിമ്നയിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു ഫെലിസ്ത്യ കന്യകയോട് ശിംശോൻ വിവാഹിതനാകുന്നതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇത് യഹോവയാൽ സംഭവിച്ചു എന്നുള്ളത് അവൻ്റെ മാതാപിതാക്കൾ പോലും ഗ്രഹിച്ചില്ല എന്ന്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമെന്ന് പലപ്പോഴും തോന്നാമെങ്കിലും സർവ്വത്തിനുമേലും കരം ചലിപ്പിച്ച് സാഹചര്യങ്ങളെ നിയന്ത്രിച്ച് തൻ്റെ ആത്യന്തികമായ പദ്ധതി പ്രകാരം ജനത്തെ നടത്തുന്നവനാണ് സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവം. അതുപോലത്തെ ഒരു അനുഭവത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഡോക്ടർ സ്മിത. താന് ഒരു യാദവ കുലത്തിൽ ജനിപ്പാനിടയായെങ്കിലും മറ്റൊരു വിശ്വാസ പ്രമാണം അംഗീകരിച്ച് ജീവിച്ചവളാണെങ്കിലും കർത്താവ് തൻ്റെ സ്നേഹത്താൽ അവളെ തേടിച്ചു വന്നു. തൻ്റെ ഭർത്താവ് ഈ രക്ഷയിലേക്ക് അവൾ വരുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരമായി. അവൾ ഇന്ന് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം ഇത് മാത്രമാണ്: സ്നേഹം, തുടർന്നുള്ള വിവാഹം ഇതൊരു എടുത്തുചാട്ടമാകരുത്. ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്ന് ആലോചന പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കൾക്ക് നമുക്ക് നല്ല അനുഭവ സമ്പത്ത് പങ്കുവെച്ചു തരുവാൻ കഴിയും. അവർ കണ്ടതും കേട്ടതും നമ്മളോട് പറഞ്ഞു തരുന്നത് ഗണ്യമാക്കാതെ നമ്മൾ ഓടുന്നത് നന്നല്ല. പക്ഷേ ആത്യന്തികമായി നമ്മുടെ ജീവിതം ഏതു ദിശയിലേക്ക് തിരിയണമെന്നുള്ളതിന് തീരുമാനം എടുക്കുവാൻ നമ്മളെ സഹായിക്കേണ്ടതിന് ദൈവത്തിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കണം. യൗവനക്കാരെല്ലാവരോടുമായി ഞങ്ങൾ പറയട്ടെ, ഒരുപാട് പ്രാർത്ഥിക്കണം. ഒരാളുടെ സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ നീണ്ട കാറ്, ഒരു ബൈക്ക്, ഇതൊന്നും കണ്ടല്ല നമ്മൾ ചാടി പുറപ്പെടേണ്ടത്. പ്രാർത്ഥനയിൽ ദൈവം നമുക്കൊരു ബോധ്യം തരണം, ഇതാണ് നമുക്ക് വെച്ചിരിക്കുന്ന വ്യക്തി. പുരുഷനായാലും സ്ത്രീ ആയാലും ആ പ്രാർത്ഥനയോട് ചെയ്താൽ അത് തെറ്റല്ല, പിന്നത്തേതിലൊരു വലിയ ശരിയാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കും. രണ്ടാമത് ഞാനിങ്ങനെ പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ഉലയുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് മുന്നോട്ട് പോയ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. താൻ പ്രാർത്ഥിച്ചു, എന്നാൽ ദൈവം തെളിയിച്ചു. ഒരുവൻ്റെ വഴികൾ യഹോവയ്ക്ക് പ്രസാദകരമായാൽ അവൻ്റെ ശത്രുക്കളെ പോലും ദൈവം അവനോട് ഇണങ്ങുമാറാക്കുന്ന ദൈവമാണ്. അറ്റുപോയി എന്ന് വിചാരിച്ച പല ബന്ധങ്ങളെയും ഇന്ന് കെട്ടുറപ്പ് നൽകിക്കൊടുത്ത് ഒരുമിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ സ്നേഹവും സന്തോഷവും ഐക്യമത്യവും സമാധാനവും ഒക്കെ അനുഭവിപ്പാൻ ദൈവം ഇന്ന് ഡോക്ടറെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളോടും ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, ഏതെങ്കിലും തരത്തിൽ ഉലഞ്ഞ ബന്ധങ്ങൾ താങ്കളെ കരയിക്കുന്നുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവപ്രസാദമുള്ളത് ചെയ്യുക, ദൈവത്തിൽ നിന്ന് ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കുക. ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. ആരോടെങ്കിലും നിരക്കണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് നോക്കുക, ഒന്ന് സംസാരിക്കുക. നമ്മളൊന്ന് താണാൽ ഒരായുഷ്കാലം ആ ബന്ധത്തിലൂടെ സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് കഴിയും. എല്ലാറ്റിലും ഉപരി ഡോക്ടർ പറഞ്ഞതുപോലെ പ്രത്യാശ കൈവിട്ടു പോകണ്ട. ചിലപ്പോൾ ഡോക്ടർ പറയും നമ്മൾ മരിക്കുമെന്ന്, എന്നെങ്കിലും മരിക്കണം. പക്ഷേ നമ്മുടെ സമയത്തിന് മുമ്പ് മരണം പോലും നമ്മളെ പിടിക്കാതെ നമ്മളെ ജീവനോടെ കാത്തു സൂക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. യേശുവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, അവനിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നമ്മളെ വിടുതലിൽ നിന്ന് അടുത്ത വിടുതലിലേക്ക് നടത്തും. ഇന്നത്തെ വിഷയം നമ്മുടെ സാക്ഷ്യമാക്കി മാറ്റുകയും ചെയ്യും. അടുത്ത ആഴ്ചയിൽ വീണ്ടും വിദഗ്ധനായിരിക്കുന്ന ഒരു ഡോക്ടറുമായി താങ്കളുടെ അടുക്കൽ വരുവോളം ഹാർവസ്റ്റ് ടിവിയുടെ നാമത്തിൽ, കർത്തൃനാമത്തിൽ ഒരു വിട ഞങ്ങൾ ചോദിച്ചുകൊള്ളട്ടെ. വീണ്ടും കാണും വരെ കർത്താവിൻ്റെ ചിറകിൻ മറവിൽ കർത്താവ് താങ്കളെ മറയ്ക്കുവാൻ ഇടയാകട്ടെ.